നിക്കവിടെ എന്നെ ഇട്ട് ഓടിക്കരുത്. നിക്കാൻ നിനക്കൊന്നും പ്രാന്താ. നിങ്ങൾ താടി മീശ ഒന്നുമില്ലാതെ അമൂൽ ബേബി ആയിട്ട് നടക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടം, അതുകൊണ്ട് താടി പഠിച്ചേ പറ്റുള്ളൂ. ചേട്ടാ ഇക്കളുടെ പൊക്കത്തിനും തൂക്കത്തിനും വളർന്ന് എനിക്ക് താടിയും മീശം വെക്കണമെങ്കിൽ അമ്മയുടെ അനുവാദം വേണോ? ഞാൻ എന്റെ ഇഷ്ടത്തിന് താടിയും മീശം വെച്ചോട്ട്. നിങ്ങൾ എന്റെ ഇഷ്ടത്തിന് താടിയും മീശം വെക്കുന്നതിന് അമ്മ ഇടക്കിടക്ക് ഇരുന്ന് മുറുമുറുക്കുന്നു. അമ്മയുടെ ഇഷ്ടത്തിന് മതി താടി പഠിക്കുക. അമ്മയുടെ ഇഷ്ടത്തിന് നടക്കണമെന്ന് പറഞ്ഞാൽ നിക്കറിട്ടോണ്ട് നടക്കാൻ പറ്റും. ചിലപ്പോ അങ്ങനെ നടക്കേണ്ടി വരും. താടി പഠിക്കണ്ടോ നിങ്ങൾ? പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. എടാ എന്നെ ഷേവ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട ഇവിടെ. ചേട്ടന്റെ പുതിയ ആഗ്രഹം ബാർബർ ആവാൻ. പോടാ അവിടുന്ന്. ഞാൻ താടിയും മീശം പഠിച്ച അമൂൽ ബേബിയെ പോലെ നടക്കണമെന്ന് അമ്മ പറഞ്ഞെന്ന് ഇവള് പറയണം. അതുള്ളല്ലേ എന്ന് പറഞ്ഞ് എന്നും പറഞ്ഞ ചേട്ടൻ എന്തിനാ ചേട്ടനെ ഷേവ് ചെയ്യാൻ പോന്നേ? എടാ നീ അറിഞ്ഞില്ലേ നിങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള ഐഡിയ നിങ്ങളുടെ അമ്മയുടെ ആയിരുന്നു. അമ്മ അങ്ങനെ പറഞ്ഞു? അത് മാത്രമല്ല ഞാൻ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കാണ് പോലും. എടി നീ ഒന്ന് സമാധാനപ്പെടരുത്. അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ? മൂന്നാമല്ലേ എക്സാമ്പിൾ അങ്ങോട്ട് പറഞ്ഞുകൂടി ചേട്ടാ. എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കൊടുക്കണോടെ? എക്സാമ്പിൾ പറഞ്ഞു കൊടുത്ത് ചേട്ടന് സമാധാനവും. അത് നീ പറഞ്ഞിട്ടല്ലേ താടിയും മീശ ഞാൻ വെച്ചത്. അതല്ല വേറെ എന്തെങ്കിലും പറ. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എനിക്ക് ചായ ഇട്ട് തരും. എന്റെ മുന്നേ ഏട്ടാ ചായക്ക് എല്ലാ ഭാര്യമാരും ഇട്ട് കൊടുക്കുന്നില്ല. വേറെ വെറൈറ്റി പിടി. വെറൈറ്റി എന്ന് പറയുമ്പോ നിന്നെ ഇപ്പൊ ആരും കൊണ്ട് വിളിച്ചേ? ചേട്ടൻ്റെ വല്ല ഇതൊക്കെ ഒന്ന് സോൾവ് ആക്കി തരാൻ. അപ്പൊ പോടാ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആക്കട്ടെ സോൾവ് ആക്കണേ. നീ സോൾവ് ഒന്നും ആക്കണ്ട. പോ വേണ്ടല്ലോ. കേറി പോടാ അങ്ങോട്ട്. അടങ്ങി വേണ്ട. അപ്പൊ നിങ്ങക്ക് ഞാൻ ഇതുവരെ ചെയ്തു തന്ന ഒരു കാര്യം ഓർമ്മയില്ല? അല്ല നീ കുറച്ച് സമയം താ, ഞാൻ ഓർത്തോർത്ത് പറഞ്ഞു തരാം. അയ്യോ അധികം ഓർത്ത് ബുദ്ധിമുട്ടണ്ട. ഇതെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞേ നമുക്കൊന്ന് സോൾവ് ആക്കാം. എടി ലളിതേ, നീ അവര് നനച്ചതിനൊക്കെ ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ വലിയ പ്രശ്നമാണ് കേട്ടോ. നിങ്ങളൊന്ന് പോയേ. കാര്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കാറില്ല. കുറെ നാളെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. വിട്ടുകളെ മരുമക്കൾ എന്തെങ്കിലും വിവരക്കെട്ട് കാണിച്ച അമ്മായിമാരുണ്ട് ക്ഷമിക്കേ. ഓഹോ, എന്നിട്ട് ഞാൻ വിവരക്കെട്ട് കാണിച്ചപ്പോ അമ്മ ക്ഷമിച്ചില്ലല്ലോ. ആര് പറഞ്ഞു അമ്മ ക്ഷമിച്ചില്ല? അന്ന് ഒരു ശകലം വെള്ളം ഞാൻ പാത്രം കഴിയപ്പോ അറിയാതെ ദേഹത്ത് വീണപ്പം വെള്ളം കോരി ഒഴിച്ചു എന്ന് പറഞ്ഞ് ചൂട്ടുമടലെടുത്ത് അടിച്ച അമ്മയായി നിൽക്കുന്നത്. അന്ന് എനിക്ക് ക്ഷമാശക്തി കുറവായതുകൊണ്ടല്ലേ? എന്നാ എനിക്കും ഇത്തിരി ക്ഷമ കുറവാ. ഇടി പാത്രം കഴിയ വെള്ളം മേത്തൊഴിച്ചത് എവിടെ കിടക്കുന്നു? അവളെ നനച്ചെടുത്ത് പിള്ളേർക്ക് കൊടുക്കുന്നത് എവിടെ കിടക്കുന്നു? ഇടി അത് രാവും പകലും പോലെ വ്യത്യാസമില്ലേ? ഇവള് മനഃപൂർവ്വം ആ വെള്ളം തലവഴി ഒഴിച്ചതാണെന്നാണ് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. മനഃപൂർവ്വം ഒന്നും അല്ല അമ്മേ. അതിനകത്ത് വെറും വെള്ളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മനഃപൂർവ്വം ഒഴിക്കണമെങ്കിലേ അതിനകത്ത് ഈ പഴത്തൊലിയും കുരുമുളക് പൊടിയും മുട്ടയുടെ മഞ്ഞയും ചപ്പ് ചവറൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ. ഞാൻ കുറെ അനുഭവിച്ചതല്ലേ അമ്മ അതൊക്കെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടാ എന്നെ മടലെടുത്ത് അടിച്ചത്. അത് ഞാൻ ക്ഷമിച്ചാൽ അന്ന് എനിക്ക് അറിഞ്ഞോണ്ടാണ് നീ പഴത്തൊലിയും കുരുമുളക് പൊടി ഇട്ടാ വെള്ളം കോരി ഒഴിക്കുന്നതെന്ന്. പിന്നല്ലാതെ വിട്ടുകള ലളിതേ. എന്നിട്ട് നീ ആശയെടുത്ത് ചെന്നൊന്ന് പ്രശ്നങ്ങൾ സോൾവ് ആക്ക്. എടി ഈ കേസും പറഞ്ഞേ ആശ ഉത്തമനെ ഓടിക്കുന്നെന്നാ അവിടെ എല്ലാരും പറയുന്നത് കേട്ടത്. എന്തിനാ? എനിക്കെങ്ങനെ അറിയാം? ഇവിടെ കൊള്ളാലോ. ഈ കാണിക്കേണ്ടതെല്ലാം കാണിച്ചു വെച്ചാൽ അവസാനം എന്റെ ചെക്കനായിട്ട് ഓടിക്കുന്നോ? അല്ല ഓടിച്ചെന്നല്ല, ഏതാണ്ട് അതുമാതിരിക്ക് ഒരു നോർമൽ സ്പീഡ് വെറുതെ നടത്തിച്ചു, അത്രേ ഉള്ളൂ. അവളുടെ സ്പീഡ് കുറഞ്ഞാലും എന്റെ അരിച്ച മാറത്തില്ല. എന്റെ ലളിതേ നീ ഒന്ന് സമാധാനപ്പെട്. എന്നിട്ടേ നീ ഒരു നീണ്ട ശ്വാസം അങ്ങോട്ട് എടുക്ക്. ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. എടേ നീ നീണ്ട ശ്വാസം വിട്. ഞാനേ ആവശ്യത്തിന് ശ്വാസം ഒക്കെ വിടുന്നുണ്ട്. ഈ വീട്ടിൽ എന്റെ സൈഡ് പിടിക്കാൻ ആരും ഇല്ലല്ലോ. ഇതിപ്പോ വലിയ പ്രശ്നമല്ല. ആവട്ടെ, ഏറ്റില്ലമ്മ. ഏക്കണ്ട, അവള് പോട്ടെ. ഇപ്പൊ എന്തോ ചെയ്യും? നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. വയസ്സായതുകൊണ്ട് പഴയതുപോലെ നമ്പർ ഒന്നും ഏക്കുന്നില്ല. അടി കുറേ വരുമോ നോക്കാം. വരണം. പൈങ്കിളില്ലാത്ത സ്ഥിതിക്ക് ചേട്ടത്തി എൻ്റെ ഒരു നാത്തുവിനെ പോലെ കാണണം. അയ്യ പോടാ, തോന്നിയ പറയാതെ. ചേട്ടൻ പറഞ്ഞു വിട്ടതായിരിക്കും. അല്ലല്ല, ഇത് എൻ്റെ ബുദ്ധിയാ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ ചേട്ടൻ്റെ സൈഡൊന്നും അല്ല. ചേട്ടൻ ഞാൻ സന്ധി സംഭാഷണത്തിന്റെ അർത്ഥം ചോദിച്ചു വന്നപ്പോൾ ചേട്ടൻ കീട്ടി ചവിട്ടി തന്നു. അല്ലെങ്കിൽ നിന്റെ ചില വർത്താനം കേട്ടെങ്കിൽ ആരാണെങ്കിലും ചവിട്ടിപ്പോ. അങ്ങനെ പറയരുത്. എന്താ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താ നാത്തൂൻ എന്ന് വിളിക്കണ ചേട്ടത്തി? ചേട്ടത്തി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണം. ചേട്ടത്തി എന്തായാലും ഈ കേസ് വിട്ടുകൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം. സംഗതി ലളിതാമ്മ എന്റെ അമ്മയാണെങ്കിലും അമ്മ ഒരുപാട് അധികാരം കൊടുത്ത് എങ്ങനെ ശരിയാവത്തില്ല. നാളെ ഈ വീട്ടിലൊരു പെങ്കൊച്ചു വന്ന് കയറി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? സുപ്രിയയുടെ കാര്യം ആർത്തിട്ടാണെങ്കിൽ ഇപ്പോഴേ ഒരു വിഷമ. സുപ്രിയ അങ്ങനെ ഫിക്സ് ആയിട്ടൊന്നുമില്ല. ചിലപ്പോൾ സുപ്രിയ ആയിരിക്കും, ചിലപ്പോൾ വേറെ ആരും ആയിരിക്കും. അമ്മ അങ്ങനെ ഒരു വെല്ലുവിളി ആവാൻ പാടില്ല നമുക്ക്. നല്ല സ്വഭാവം. എന്റെ സ്വഭാവത്തിന്റെ കാര്യമൊക്കെ വിട്. ചേട്ടത്തി എന്തായാലും നല്ല രീതിയിൽ തിരിച്ചടിക്കണം. ഈ സുമേഷ് കൂടെ ഉണ്ട്. അല്ല എങ്ങനെ തിരിച്ചടിക്കാൻ? ചേട്ടത്തി കുറച്ച് അവില് കൂത്തെടുത്ത് വെച്ചിട്ട് മാറിയും കൂടി നിൽക്കണം. അപ്പൊ അത് അമ്മ എടുത്ത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. അപ്പൊ ചേട്ടൻ തിരിച്ചടിക്കാമല്ലോ. നീ എന്താടാ കഴിക്കുന്നേ? ഞാൻ ചോറ് തിന്നും, ഉപ്പൊക്കെ തിന്നും. അതിന്റെ ഒരു മിനിമം ബുദ്ധി കാണിച്ചൂടെ? ഒരു ഐഡിയ കൊണ്ട് വന്നു. ഐഡിയ ഇഷ്ടപ്പെട്ടില്ലേ അത് പറഞ്ഞാൽ പോരെ? ഇഷ്ടപ്പെട്ടില്ല, ഒന്ന് പോകാവോ? അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ചേട്ടത്തി എന്ത് ധിക്കാരം വേണമെങ്കിലും കാണിച്ചു. ഈ സുമേഷ് കൂടെ ഉണ്ട്. എന്ത് ധിക്കാരാന്ന് വെച്ചാൽ ചേട്ടൻ തീരുമാനിച്ചോ.
നാളെ ഒരു പെങ്കൊച്ചു വന്ന് കയറി കഴിഞ്ഞാൽ അമ്മ പൂച്ചയെ പോലെ ആയിരിക്കണം. അതെനിക്ക് അത്രേ പറയുള്ളൂ കേട്ടോ. ഞാൻ ഒന്ന് കരയണോ? ആ ഞാൻ ഒന്നൊക്കെ കാര്യം അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ചെല്ല് ചെല്ല് മോൻ ചെല്ല്. ചേട്ടൻ തീരുമാനിച്ചു വെച്ചു. ഓക്കെ പോ ഓക്കെ പോ. അമ്മ എന്തോ എനിക്കെല്ലാം മനസ്സിലായമ്മ. നീ എന്നോടൊന്നും പറയണ്ട. അല്ലമ്മ കാര്യമായിട്ട് അമ്മ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ആർക്കും ഉപകാരമില്ലാത്തവനായിട്ട് പോയാണ്. സത്യം അമ്മ, ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവത്തിന്റെയും പിന്നണിയിൽ അമ്മയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അറിയാലോ. അമ്മ അമ്മയുടെ കയ്യിലല്ലായിരുന്നു കടിഞ്ഞാണെങ്കിൽ ഈ വീട് ഇങ്ങനെ നടന്നു പോവോ? പക്ഷെ എനിക്ക് അതങ്ങനെ എല്ലായിടത്തും തുറന്ന് പറയാൻ പറ്റൂലമ്മ. അതെന്താ? അവൾ എന്റെ പിള്ളേർ തള്ളയല്ലേ? അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മ വിചാരിക്കും പോലെ അവൾ അങ്ങനെ ക്രെഡിറ്റ് കെട്ടി എടുക്കാൻ വേണ്ടി നോക്കണ ഒരുത്തി അല്ല. അവൾ അമ്മയെ പറ്റി പറയണ കേൾക്കണം. എന്തോന്ന് പറഞ്ഞു? അത് പറഞ്ഞു കേട്ടാ അമ്മ 2-3 അടി പൊങ്ങും. ഓ പിന്നെ അവൾ എന്നെ പറ്റി അങ്ങനെയൊന്നും പറയത്തില്ല. സത്യമായിട്ടും അമ്മ പറഞ്ഞു. എന്തു പറഞ്ഞു? ഇത്രയും സൗന്ദര്യമുള്ള ഒരു അമ്മായി അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. അവൾ അങ്ങനെ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞമ്മ. സൗന്ദര്യം എന്ന് ഉദ്ദേശിച്ച് മനസ്സിന്റെ സൗന്ദര്യം. മനസ്സിന്റെ സൗന്ദര്യം ആയിരിക്കത്തില്ല, മൊത്തത്തിലായിരിക്കും. സത്യം പറയട്ട, മൊത്തത്തിൽ തന്നെ അവള് പറഞ്ഞു. അല്ലേ? അമ്മയുടെ ഇളയ മോൻ സുമേഷ് ഇല്ലേ, സുമേഷാണ് സത്യം. അമ്മ എന്താടാ? അമ്മ കുറച്ചുകൂടെ കണ്ണിച്ചോറ് കാണിക്കണം കേട്ടോ. ഡേ ഇവിടെ എല്ലാം സോൾവ് ആയി. ആ ചേട്ടത്തിന്റെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ നാളെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതിന്റെ അവസ്ഥ എന്തായിരിക്കും? നിന്റെ ചേട്ടത്തിക്ക് എന്തോടാ എന്നെ കൊണ്ട് ഇത്ര സങ്കടം? അമ്മ അവക്ക് വലിയ സങ്കടമൊന്നുമില്ല. എടാ ഇടിച്ച് കയറ്റി തരും. ചേട്ടത്തി അങ്ങനെ കാണിക്കത്തൊന്നുമില്ലായിരിക്കും. പക്ഷെ എന്നാലും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കും. എടാ എന്നെ കൊണ്ട് അത്ര ഉപദ്രവമാണ്. നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ മരിച്ചിട്ട് അങ്ങ് കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ പിന്നെ ആർക്കും ഒരു പ്രശ്നം ഇല്ലല്ലോ. അയ്യോ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞല്ലെന്നമ്മ. ഡേ ഞാനേ നിനക്ക് മാസാമാസം ചെലവിന് അയച്ചു തരാം. നീ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുവോ? പറ്റിപ്പോയി. പറ്റിയത് നിനക്കല്ല, അച്ഛന്. അച്ഛന് പറ്റിയത് നമ്മൾ രണ്ടുപേരും. ചേടാ ഈ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എങ്ങനെ തീരാനാ? നിങ്ങളുടെ ഇളയ മോന് പെണ്ണ് കെട്ടാൻ പേടിയാന്നിപ്പോ. സുമേഷിന് പെണ്ണ് കെട്ടാൻ പേടിയാന്ന്. അതിന് എന്നെ പോലെ ഒരു താടകയല്ലേ അമ്മായിമ്മയെന്ന്. അതുള്ള കാര്യമല്ലേ? അല്ല അവൻ എന്തോ പറഞ്ഞത്? അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവന് പെണ്ണ് കെട്ടാൻ പേടിയാന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഇത്ര എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ എന്ത് തെറ്റാ ഇവിടെ ചെയ്ത്? ഇച്ചിരി അവല് കുഴച്ചു വെച്ചതോ? അത് ശരിയാ, നീ എന്തോ തെറ്റാ ചെയ്ത്? നീ ഇതിൽ അവല് കുഴച്ച് വെച്ചല്ലേ ഉള്ളൂ. എടി അവൻ ഈ സന്ധി സംഭാഷണത്തിന്റെ അർത്ഥം എന്താന്ന് പോലും പറഞ്ഞു. അതൊരു മരങ്ങോടം ചെറുക്കാണെന്ന് നിനക്ക് അറിയത്തില്ലയോ? അതിന് അവൻ അത്രയ്ക്ക് വിവരമുള്ളതിന്റെ തെളിവല്ലേ അതൊക്കെ? അവന് വിവരം ഉണ്ടേലും ഇല്ലേലും ഒരു പറ്റുന്നവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാവോ? അത്ര മോശക്കാരിയാണോ ഞാന്? വന്നു. എന്തൊരു മനുഷ്യനാടാ നീ! ഇങ്ങനെയുള്ള അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? അയ്യോ അമ്മ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്ക് പെണ്ണിട്ട പേടിയൊന്നുമില്ല. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇനി അഥവാ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ നീ ഒരുത്തെ കെട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ നനച്ചു വെച്ചിരിക്കുന്ന അവള് നിനക്ക് എടുത്തു തന്ന ആളാകാനല്ലേ? അയ്യോ എന്റെ കെട്ടികൾ അങ്ങനെ ചെയ്തൊന്നുമില്ല. നിന്റെ കെട്ടിയോളാ? അതിന് എപ്പോ കിട്ടി? ഏതായാലും ഞാൻ മരിച്ചിട്ട് നീ പെണ്ണ് കെട്ടിയാ മതി. അയ്യോ അങ്ങനൊന്നും പറയല്ലേ അമ്മ. എനിക്ക് അത്ര നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ആഹാ ഇപ്പൊ അങ്ങനെയായോ? എന്നാ ഒരു കാര്യം ചെയ്ത് നീ കുറച്ച് വിഷം കലക്കി എനിക്ക് അങ്ങോട്ട് താ. അപ്പൊ പിന്നെ ഒന്നിനും താമസം വരത്തില്ല ഇവിടെ. എന്റെ ദൈവമേ, ഞാൻ പറയുന്ന മൊത്തം കുഴപ്പമൊന്നുമില്ല അമ്മ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല അമ്മ പറഞ്ഞേ. എടാ എന്തുവാടാ നിന്റെ അമ്മയെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കൂലേ? അച്ഛൻ ചുമ്മാ മനുഷ്യന്റെ കല്യാണം മുടങ്ങിയിരിക്കുമ്പോൾ ഒരുമാതിരി. കല്യാണം? ആരുടെ കല്യാണം? എന്റെ. എപ്പോ? ഇപ്പൊ മുടങ്ങി. മുടങ്ങി.